Hello friends, Assalamu alaikum. Welcome back to our channel, My Tricks and Tips. ഇന്ന് നമ്മുടെ ഓണം സ്പെഷ്യൽ 4ാമത്തെ എപ്പിസോഡാണ്. അതായത് പായസ റെസിപ്പിയാണ്. പായസം ഇല്ലാതെ എന്ത് ഓണം അല്ലേ? ഇന്നത്തെ പായസത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ? ഇത് നമ്മളെ തീ ഒന്നും കത്തിക്കാതെയാണ് ഈ ഒരു പായസം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ പണി ഈസി ആയി അല്ലേ? അതല്ലേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുക? ഈസി തന്നെയാണ്. വെറും 5 മിനിറ്റ് മതി നമുക്ക് ഈ ഒരു പായസം തയ്യാറാക്കി എടുക്കാനായിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. എല്ലാവരും ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും ഓണത്തിന് ഇത് ഉണ്ടാക്കി നോക്കണം. ഓണം കുറേ ദിവസം ഉണ്ടാവുമല്ലോ, അപ്പോൾ ഒരു ദിവസം ഈ ഒരു പായസം ആയിക്കോട്ടെ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം റോബസ്റ്റ് പഴമാണ്. 1 കിലോ റോബസ്റ്റ് പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് പായസം ഉണ്ടാക്കാൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനം ശർക്കരയും തേങ്ങാപ്പാലുമാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു തേങ്ങയുടെ തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്, ഒരു 4-5 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ഇഞ്ചിയുടെ നീരും എടുത്തിട്ടുണ്ട്. ശർക്കര നല്ലപോലെ ചീകി എടുക്കണം, അല്ലെങ്കിൽ കുത്തി പൊട്ടിച്ചെടുത്താലും മതി. അതായത് നല്ലോണം അലിഞ്ഞു കിട്ടണം. പിന്നെ 5 ചെറിയുള്ളിയാണ് വേണ്ടത്. ഈ ചെറിയുള്ളിനെ നമുക്ക് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്യണം, വളരെ ചെറുതായിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ഇത് നമുക്ക് നമ്മുടെ അമ്മിക്കല്ല് വെച്ചിട്ടോ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് നല്ലോണം ഒന്ന് ചതച്ചെടുക്കണം. ഇപ്പൊ ഞാൻ ഇതുപോലെ നല്ലോണം ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പായസം തയ്യാറാക്കാൻ ഒരു ബൗൾ എടുക്കാം. പിന്നെ ഒരു ഫോർക്ക് എടുത്തിട്ടുണ്ട്. ഫോർക്കോ സ്പൂണോ എന്തായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഈ പഴം ഇതിലേക്ക് തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ സ്മാഷ് ചെയ്യണം. അതായത് കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല. നല്ലോണം സ്പൂൺ വെച്ച് അമർത്തി കൊടുക്കുക. അപ്പൊ ഇത് നല്ലപോലെ അലിഞ്ഞു കിട്ടും. റോബസ്റ്റ് പഴം ആയതുകൊണ്ട് തന്നെ ഇത് അലിയിച്ചെടുക്കാൻ വലിയ പാടൊന്നുമില്ല. കാരണം പെട്ടെന്ന് അലിഞ്ഞു കിട്ടുന്ന ഒരു പഴമാണ് റോബസ്റ്റ് പഴം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പഴം തന്നെ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് നല്ലതായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം നമുക്ക്. പിന്നെ 1 കിലോ പഴം ഇതിലോട്ട് ചേർക്കുമ്പോൾ അതിൽ നിന്ന് ഒരു പഴം നിങ്ങൾ മാറ്റി വെക്കണം കേട്ടോ. അത് നമുക്ക് വേറൊരു ആവശ്യത്തിനുള്ളതാണ്. അപ്പോൾ ബാക്കി പഴം മുഴുവനും ഇതിൽ ചേർത്തിട്ട് നല്ലതായിട്ട് ഉടച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ഇഞ്ചി നീര് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചതച്ച് വെച്ച ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇത് നല്ലപോലെ മിക്സായി വന്നതിന് ശേഷം നമുക്ക് ചീകി വെച്ചിട്ടുള്ള ശർക്കര, ഇതൊന്നും പ്രത്യേകിച്ചൊരു അളവൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് എത്ര മധുരം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് അലിയിച്ചെടുത്തിട്ടല്ല ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കല്ലും ചളിയൊന്നും ഇല്ലാത്ത രീതിയിലുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ശർക്കര തന്നെ വാങ്ങിക്കണം ഇതിന്. കാരണം നമ്മൾ ഇത് തീ ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ശർക്കര ആയിരിക്കണം. ഇതുപോലെ ചീകിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ പായസത്തിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം തേങ്ങാപ്പാൽ എടുക്കുക. പിന്നെ എടുക്കുന്ന പാലിൽ കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ടും എടുക്കുക. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് നല്ല രീതിക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ കിട്ടുള്ളൂ. അപ്പൊ ആദ്യത്തേലാണ് കുറച്ചധികം വെള്ളം ചേർക്കേണ്ടത്. പിന്നെ നമ്മൾ ആദ്യം എടുത്തു വെച്ചിട്ടുള്ള ഒരു പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ പായസത്തിന്റെ ഒട്ടുമിക്ക ഇൻഗ്രീഡിയൻസും ഇതിലായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ, നിർബന്ധമില്ല, ഇതിങ്ങനെ തന്നെ സെർവ് ചെയ്യാം. അതായത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നട്ട്സും കൂടെ ചേർത്തിട്ട് അങ്ങ് സെർവ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് അവില്, ഇതിപ്പോ നല്ല ഞെരിവുള്ള അവിലാണ്, ഈ ഒരു അവില് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെക്കുക. അതിനുശേഷം നമുക്ക് നട്ട്സ് കൂട്ടിയിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്, അവില് ചേർക്കണോ വേണ്ടയോ എന്നുള്ളത്. ഞാനിവിടെ അവില് ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ വളരെ കുറഞ്ഞ സമയത്തിന് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. ഞാൻ ഇവിടെ നട്ട്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സെർവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ മുകളിലും കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പായസം നല്ല കറക്റ്റ് പരുവായിട്ടുണ്ട്. അതായത് ലൂസ് ഒന്നും അല്ല, നല്ല ടൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അവലും കൂടെ ചേർക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ടൈറ്റ് ആയിട്ട് വരും. അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. പിന്നെ ഇതിന്റെ മുകളിൽ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിൽ 4 തരം നട്ട്സ് ചേർത്തിട്ടുണ്ട്. പിസ്ത, ബദാം, കാഷ്യൂനട്ട്, പീനട്ട്. ഈ 4 നട്ട്സ് ആണ് ചേർത്തിട്ടുള്ളത്. നിങ്ങളായിട്ട് അവൈലബിൾ ആയിട്ടുള്ള നട്ട്സ് ചേർത്താൽ മതി, ഓപ്ഷനിലാണ്. കാരണം ഇത് കഴിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കടിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് ആണ് ഇങ്ങനെ നട്ട്സ് ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ ഞാൻ ഇതിന്റെ മുകളിൽ കുറച്ച് അനാറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതാണ് നമ്മുടെ പായസത്തിന്റെ ഫൈനൽ ലുക്ക്. ഈ പായസത്തിൽ നിങ്ങൾ ഇഞ്ചി നീരും ചെറിയുള്ളിയും വളരെ കുറച്ച് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അത് കൂടിപ്പോയാൽ പായസത്തിന്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവും.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ ഇതുവരെയും നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. ബൈ ബൈ. അസ്സലാമു അലൈക്കും.